Hello guys, welcome back to my channel G Sports Official. So ബ്രേക്കിന് ശേഷം ISL വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈ വരുന്ന ഞായറാഴ്ച അഗൈൻസ്റ്റ് ചെന്നൈ FC വേണ്ടിയാണ്. കോച്ച് മിക്കായൽ സ്റ്റെറയുടെ മുന്നിലുള്ള രണ്ടാം മത്സരങ്ങളിൽ ഒന്നാണ് ഈ എഗെയിൻസ്റ്റ് ചെന്നൈ എഫ്സിയുമായുള്ള കൊച്ചിയിലെ ഹോം മത്സരം. മിക്കായൽ സ്റ്റെറയ്ക്ക് തന്റെ കസേരയിൽ നിലയുറപ്പിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ മത്സരം. ഈ മത്സരത്തിലെ പ്രകടനം ആശ്രയിച്ചിരിക്കും കോച്ച് മിക്കായൽ സ്റ്റെറ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അല്ലെങ്കിൽ ഈ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ പരിക്കുമാറി പ്രാക്ടീസ് തുടങ്ങി. മിക്കവാറും ഈ മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പറായിരുന്നു. അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് കിട്ടുന്നത് ഐബൺ ഡോഹ്ലിംഗ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ഐബൺ ഡോഹ്ലിംഗും ഇഞ്ചുറി മാറി എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. മിക്കവാറും അദ്ദേഹമായിരിക്കും ചിലപ്പോൾ അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവനിലേക്ക് വരിക, ലെഫ്റ്റ് ബാക്കായി സ്റ്റാർട്ടിംഗ് ലെവനിലേക്ക് വരിക. നമ്മൾക്ക് നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൈനപ്പിലേക്ക് വരാം. മിക്കായൽ സ്റ്റെറയുടെ ഇഷ്ട ഫോർമേഷനായ 4-3-3 ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിക്കെതിരെ കൊച്ചിയിലിറങ്ങുക. 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സോംകുമാറിന് പകരം സച്ചിൻ തിരിച്ചെത്താനാണ് സാധ്യത. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും രണ്ട് സെൻറ്റർ ബാക്കായി മിലോസ് ട്രിൻസിച്ചും ഒപ്പം പ്രീതം കോട്ടാലും. 4-3-3 ഫോർമേഷനിൽ 3 മിഡ്ഫീൽഡേഴ്സായി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ അഡ്രിയൻ ലൂണയും സെൻട്രൽ മിഡ്ഫീൽഡറായി ഒരു പക്ഷേ അസറായിരിക്കും ഇറങ്ങുക. ലെഫ്റ്റ് വിങ്ങറായി മൊറോക്കൻ ഈഗിൾ എന്നറിയപ്പെടുന്ന നോഹ സദോയും റൈറ്റ് വിങ്ങിൽ രാഹുൽ KPയുമായിരിക്കും ഇറങ്ങുക. അതുപോലെ തന്നെ ഏക സ്ട്രൈക്കറായി സ്പാനിഷ് താരം ജീസസ് ജിമിനസും ആയിരിക്കും ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഇറങ്ങുക. പിന്നെ ചെന്നൈയിൻ എഫ്സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ കൊളംബിയൻ താരം വിൽമർ ജോർദൻ ഗിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം നോക്കിക്കാണേണ്ട ഒരു താരമാണ്. വളരെ അപകടകാരിയായ ഒരു സ്ട്രൈക്കറാണ് ചെന്നൈ എഫ്സിയുടെ കൊളംബിയൻ താരം വിൽമർ ജോർദൻ ഗിൽ. വിൽമർ ജോർദാനെ എങ്ങനെയും കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടേണ്ടത് അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. വിൽമർ ജോർദൻ ഗില്ല് അദ്ദേഹത്തിന് ചെറിയ അവസരങ്ങൾ കൊടുത്താൽ വരെ അതിൽ നിന്നും സ്കോർ ചെയ്ത് മുതലാക്കുവാൻ കഴിവുള്ള ഒരു താരമാണ് വിൽമർ ജോർദൻ ഗിൽ. അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ്സിയുടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരം എന്ന് പറയുന്നത് അവരുടെ സെൻട്രൽ ഫോർവേഡായ ഡാനിയൽ ചീമചൂക്കുവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരം. ഈ രണ്ട് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് നല്ല തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണോ ഈ രണ്ട് താരങ്ങളെ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ രണ്ട് താരങ്ങളെ മാർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയപരാജയം. സോ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി കാണേണ്ട വേറൊരു താരമാണ് അവരുടെ മിഡ്ഫീൽഡർ കോർണർഷീൽഡ്. അദ്ദേഹത്തെയും നല്ല രീതിയിൽ മാർക്ക് ചെയ്തില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു ഡേഞ്ചർ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു താരം, മറ്റൊരു താരം കൂടിയാണ് കോർണർഷീൽഡ്.
അദ്ദേഹത്തെയും നല്ല രീതിയിൽ മാർക്ക് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ ബ്രേക്കിന് ശേഷം ISL വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈ വരുന്ന ഞായറാഴ്ച അഗൈൻസ്റ്റ് ചെന്നൈയിൻ എഫ്സിയുമായിട്ടാണ്. സോ ഈ വീഡിയോയിൽ നോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയും തമ്മിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പും അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനുമാണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. കോച്ച് മിക്കായൽ സ്റ്റെയറയുടെ മുന്നിലുള്ള 2 അവസരങ്ങളിൽ ഒന്നാണ് ഈ എഗെയിൻസ്റ്റ് ചെന്നൈയിൻ എഫ് സിയുമായുള്ള കൊച്ചിയിലെ ഹോം മത്സരം. മിക്കായൽ സ്റ്റെയറയ്ക്ക് തന്റെ കസേരയിൽ നിലയുറപ്പിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ മത്സരം. ഈ മത്സരത്തിലെ പ്രകടനം ആശ്രയിച്ചിരിക്കും കോച്ച് മിക്കായൽ സ്റ്റെയറ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അല്ലെങ്കിൽ ഈ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് പരിക്ക് മാറി അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. മിക്കവാറും ഈ മത്സരത്തിൽ അദ്ദേഹമായിരിക്കും സ്റ്റാർട്ടിംഗ് ലെവനിൽ ഗോൾ കീപ്പറായി എത്തുക. അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് കിട്ടുന്നത് ഐബൺ ഡോഹ്ലിംഗ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ് ബാക്ക് ഐബൺ ഡോഹ്ലിംഗും ഇഞ്ചുറി മാറി എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. മിക്കവാറും അദ്ദേഹമായിരിക്കും ചിലപ്പോൾ അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവനിലേക്ക് വരിക, ലെഫ്റ്റ് ബാക്കായി സ്റ്റാർട്ടിംഗ് ലെവനിലേക്ക് വരിക. നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൈനപ്പിലേക്ക് വരാം. മിക്കായൽ സ്റ്റെയറയുടെ ഇഷ്ട ഫോർമേഷനായ 4-3-3 ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെ കൊച്ചിയിലിറങ്ങുക. 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സോംകുമാറിന് പകരം സച്ചിൻ തിരിച്ചെത്താനാണ് സാധ്യത. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും രണ്ട് സെൻറ്റർ ബാക്കായി മിലോസ് ട്രിൻസിച്ചും ഒപ്പം പ്രീതം കോട്ടാലും. 4-3-3 ഫോർമേഷനിൽ 3 മിഡ്ഫീൽഡേഴ്സായി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ അഡ്രിയൻ ലൂണയും സെൻട്രൽ മിഡ്ഫീൽഡറായി ഒരു പക്ഷേ അസറായിരിക്കും ഇറങ്ങുക. ലെഫ്റ്റ് വിങ്ങറായി മൊറോക്കൻ ഈഗിൾ എന്നറിയപ്പെടുന്ന നോഹ സദോയും റൈറ്റ് വിങ്ങിൽ രാഹുൽ KPയുമായിരിക്കും ഇറങ്ങുക. അതുപോലെ തന്നെ ഏക സ്ട്രൈക്കറായി സ്പാനിഷ് താരം ജീസസ് ജിമിനസും ആയിരിക്കും ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇറങ്ങുക. പിന്നെ ചെന്നൈയിൻ എഫ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ കൊളംബിയൻ താരം വിൽമർ ജോർദൻ ഗിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം നോക്കിക്കാണേണ്ട ഒരു താരമാണ്. വളരെ അപകടകാരിയായ ഒരു സ്ട്രൈക്കറാണ് ചെന്നൈ എഫ് സിയുടെ കൊളംബിയൻ താരം വിൽമർ ജോർദൻ ഗിൽ. വിൽമർ ജോർദാനെ എങ്ങനെയും കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടേണ്ടത് അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. വിൽമർ ജോർദൻ ഗില്ല് അദ്ദേഹത്തിന് ചെറിയ അവസരങ്ങൾ കൊടുത്താൽ വരെ അതിൽ നിന്നും സ്കോർ ചെയ്ത് മുതലാക്കുവാൻ കഴിവുള്ള ഒരു താരമാണ് വിൽമർ ജോർദൻ ഗിൽ. അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയുടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരം എന്ന് പറയുന്നത് അവരുടെ സെന്റർ ഫോർവേഡായ ഡാനിയൽ ചീമചൂക്കുവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരം. ഈ 2 താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് നല്ല തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയാണോ ഈ 2 താരങ്ങളെ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ 2 താരങ്ങളെ മാർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയപരാജയം. സോ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കാണേണ്ട വേറൊരു താരമാണ് അവരുടെ മിഡ്ഫീൽഡർ കോർണർഷീൽഡ്. അദ്ദേഹത്തെയും നല്ല രീതിയിൽ മാർക്ക് ചെയ്തില്ലെങ്കിൽ
ഏത് നിമിഷവും ഒരു ഡേഞ്ചർ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു താരം, മറ്റൊരു താരം കൂടിയാണ് കോർണർഷീൽഡ്. അദ്ദേഹത്തെയും നല്ല രീതിയിൽ മാർക്ക് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് പല സമയങ്ങളിലും മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഈ മത്സരത്തിൽ വളരെയധികം സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ ഈ മത്സരം നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ വളരെയധികം വീഴ്ചകളും പാളിച്ചകളും ഒക്കെ ഉണ്ട്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ, ചെന്നൈയിൻ എഫ്സിയുമായുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ ആ പാളിച്ചകളൊക്കെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ സെറ്റായ ഒരു ഡിഫൻസുമായിട്ട് വേണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലേക്ക് വരാൻ. അതല്ലെങ്കിൽ അവരുടെ സ്ട്രൈക്കേഴ്സ്, നമുക്കറിയാം, നല്ല മികച്ച സ്ട്രൈക്കേഴ്സാണ് ചെന്നൈയിൻ എഫ്സിക്ക് ഉള്ളത്. നമ്മുടെ മിസ്റ്റേക്ക് മുതലാക്കാൻ കഴിവുള്ള താരങ്ങളാണ് ചെന്നൈയിൻ എഫ്സിയിലുള്ളത്. സോ നമ്മൾ മാക്സിമം ഡിഫൻസ് ടൈറ്റ് ചെയ്ത് ഈ മത്സരത്തിൽ നിൽക്കേണ്ടത് അത്യാവശ്യമായൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിറ്റ് എനിക്ക് തോന്നുന്നു ഇഷാൻ പണ്ഡിതയുടെ ഇഞ്ചുറി മാറി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂഷനായി വരാനുള്ള സാധ്യതയുമുണ്ട്. ഇത്രയുള്ള ഗൈസ് എനിക്ക് ഈ വീഡിയോ പറയാൻ. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക. സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.